നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദ ഹസനൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരറ്റിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. ജൂലൈ 4-നാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. എന്നാൽ ഇതേ കാലയളവിൽ ഇന്തോനേഷ്യ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച സന്ദർശനമുള്ളതിനാൽ പ്രധാനമന്ത്രിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പകരം പ്രതിനിധികളെ അയക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസിഡന്റ് പെസഷ്കിയാൻ പ്രധാനമന്ത്രി മോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചത്. സംസ്കാര ചടങ്ങിൽ പ്രതിനിധികളെ അയക്കുന്നതിനൊപ്പം തന്ത്രപ്രധാന പങ്കാളികളുമായുള്ള ബന്ധം നിലനിർത്തുക എന്ന നയത്തിനനുസൃതമായാണ് ഈ ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള തീരുമാനം. ടെഹ്റാനിൽ ആരംഭിക്കുന്ന ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ മൃതദേഹം അടക്കം ചെയ്യുന്നതോടുകൂടിയാണ് അവസാനിക്കുക. ആദ്യം മാർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നതെങ്കിലും അന്ന് നിലനിന്നിരുന്ന രൂക്ഷമായ സൈനിക സംഘർഷം കണക്കിലെടുത്ത് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെക്കുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് പുറമെ ചൈന, റഷ്യ, ഖത്തർ, ഫ്രാൻസ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾക്കും ചടങ്ങിലേക്ക് ഇറാന്റെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് മുതൽ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾക്കിടയാക്കിയിരുന്നു. യുദ്ധത്തിന് പിന്നാലെ US-ഉമായി ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷമാണിപ്പോൾ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 20 ദശലക്ഷത്തോളം ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ളവർ ചടങ്ങിനെത്തും. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഈ കണക്കുകൾ പ്രകാരം ആളുകൾ എത്തുകയാണെങ്കിൽ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള റുഹുല്ല ഖമേനിയുടെ 1989-ലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 10 ദശലക്ഷം ആളുകൾ ഇത് മറികടന്നേക്കാം. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ട്, എന്നാൽ മോദി പങ്കെടുക്കുന്നില്ല. അതേസമയം ഇറാനിലെ അതീവ സുരക്ഷിതമായ ഭരണകൂട ആസ്ഥാനത്ത് ഫെബ്രുവരി 28-ന് സംയുക്ത US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേ കൊല്ലപ്പെട്ട് മാസങ്ങൾ പിന്നിടുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇറാനിൽ ഇപ്പോൾ യുദ്ധമില്ല. നിലവിൽ സമാധാന കരാറുമായി ബന്ധപ്പെട്ട 60 ദിന വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇറാനിൽ ഈ ഭരണ പ്രതിസന്ധി മാറിയിട്ടില്ല. വൻ യുദ്ധത്തിലേക്കും രാജ്യവ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വഴിതുറന്ന യുദ്ധത്തിന് ശേഷം ആണ് ഈ അലി ഖമനേയുടെ ഔദ്യോഗിക വിലാപ യാത്രകൾ വരും ദിവസങ്ങളിൽ, അതായത് ജൂലൈ 4 മുതൽ 9 വരെ വിവിധ നഗരങ്ങളിലായി നടക്കാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതുന്ന ഈ വിലാപയാത്രയിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റു ലോകരാജ്യങ്ങളിലെ നേതാക്കളെയല്ല, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അധികാരമേറ്റ അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയിയാണ്. കാരണം ഈ കുറേ അധികം നാളുകളായി, അതായത് ഈ ഫെബ്രുവരി 28-ന് ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം മുജ്തബ ഖമനേയി ആരും പുറംലോകം കണ്ടിട്ടില്ല. ഒരു പൊതുവേദിയിൽ പോലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ ഭാര്യയും മാതാവും സഹോദരിയും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണ സമയത്ത് വലിയ പരുക്കുകൾ സംഭവിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിൽ മകൻ പങ്കെടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം.